വെൽക്കം ടു എസ് ടേൽസ്. അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആക്ച്വലി ഇന്ന് ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. തമിഴിൽ കണ്ട പോലെ ഇന്ന് എൻ്റെ കുക്കിംഗ് ആണ്. ആക്ച്വലി അനുവിന് ചെറുതായിട്ട് വയ്യ, ഒന്നുമില്ല, യൂഷ്വൽ മന്ത്ലി ഉണ്ടാവുന്നത്. അപ്പോൾ ഞാൻ ഇന്ന് എന്താ പറയുക ലഞ്ച് ഉണ്ടാക്കിയല്ലോ എന്ന് വിചാരിക്കുന്നത്. ഞാനങ്ങനെ ഒറ്റക്കായിട്ട് ഉണ്ടാക്കിയിട്ടൊന്നുമില്ല. മുമ്പ് മംഗലാപുരത്തും പൂനെയിലും ഉണ്ടാകുന്ന സമയത്ത് അവിടുന്ന് ഫ്രണ്ട്സായിട്ടെല്ലാം കുക്ക് ചെയ്തിട്ടുണ്ട്. ഒറ്റക്കായിട്ട് ഞാൻ ഇതൊരു ഫുഡ് ഉണ്ടാക്കിയിട്ടൊന്നുമില്ല. അപ്പോൾ ചെറുതായിട്ട് ഒന്ന് ട്രൈ ചെയ്യുമെന്ന് വിചാരിക്കണം. അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐറ്റം എന്നുള്ള രീതിയിൽ ഓക്കെ, ചോറും പരിപ്പ് കറി പിന്നെ മുട്ടയുണ്ടല്ലോ, മുട്ട വറവാറ്റാക്കിയാലോ എന്ന് വിചാരിക്കുന്നത്. ഇതാണ് ഇന്നത്തെ വീഡിയോ. നിങ്ങൾ ഇതുപോലെ ഇതുപോലെ ഹസ്ബൻഡ്സ് ആണെങ്കിലും മക്കളാണെങ്കിലും മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അത് വേറെ തന്നെ ഒരു ടേസ്റ്റ് ആയിരിക്കും എന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ഞാൻ ഉണ്ടാക്കി കൊടുത്താൽ അതിൻ്റെ ടേസ്റ്റ് വേറെ തന്നെ ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഉണ്ടാവില്ലേ? ഓക്കെ, നമുക്ക് നോക്കാം എങ്ങനെ ഉണ്ടാക്കേണ്ടത്. എനിക്ക് ഓക്കെ മുമ്പ് എല്ലാവരും കൂടെ ചെയ്തിട്ടുണ്ട്, അല്ലാണ്ട് ഒറ്റയ്ക്ക് ഞാൻ അങ്ങനെ ചെയ്തിട്ടൊന്നുമില്ല. അപ്പം നമുക്ക് നോക്കാം. തെറ്റുകുറ്റങ്ങളുണ്ടാവും, ചിലപ്പോൾ ഉപ്പ് കൂടും, ഉപ്പ് പറയാം, വേവ് ആവില്ല, വേവ് അധികമായിട്ടുണ്ടാവും, എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും, അത് ഷുവറാണ്. പക്ഷേ ഓക്കെ, എൻ്റെ എഫേർട്ടിനെ അപ്രീഷിയേറ്റ് ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, നമുക്ക് അരിയും ബാക്കി പരിപ്പും എല്ലാം കഴുകി വൃത്തിയാക്കിയിട്ട് സെറ്റാക്കി വെക്കാം. അതിന് ശേഷം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പം ഇതാണ് നമ്മുടെ അരി, ചുവന്നരിയാണ്, ഒരു അരി എന്ന് പറയും നമ്മുടെ നാട്ടിൽ. നിങ്ങളുടെ നാട്ടിൽ എങ്ങനെ പറയരുത് എനിക്കറിയില്ല. അപ്പം നല്ലപോലെ കഴുകിയെടുക്കണം. അപ്പോൾ ഓക്കെ, ഞാൻ പറയാൻ പറഞ്ഞു, ഇത് ആക്ച്വലി 2 ചെറിയ ഗ്ലാസ് അരിയാണ് എടുത്തത്. നമ്മിപ്പോൾ ഞാനും അനുവും മാത്രമേ ഇല്ലൂ. അപ്പം 2 ഗ്ലാസ് അരി മതി എന്ന് വിചാരിക്കുന്നു. അത് കഴിഞ്ഞെങ്കിൽ നമുക്ക് രാത്രി എടുക്കാം, കുഴപ്പമില്ലല്ലോ. ഓക്കെ, അപ്പോൾ ഞാൻ കഴുകിയിട്ട് വരാം. ഇപ്പോൾ ഏകദേശം ഒരു 5 പ്രാവശ്യം കഴുകിയ അരിയാണിത്. നമുക്ക് ഇതിനകത്ത് വെള്ളം ഒഴിച്ച് നോക്കാം. ഏകദേശം പൊടിയെല്ലാം പോയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് കുക്കറിൽ വെക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റവ് ഓൺ ചെയ്യാം. ഓക്കെ, സെറ്റായി. അപ്പോൾ നമുക്ക് ക്ലീൻ ചെയ്ത് അരി ഇതിനകത്തിടാം. ഓക്കെ, പറയാൻ പറഞ്ഞായി, ഫ്ലെയിം ഒരു മീഡിയം റേഞ്ചിൽ വെക്കുക. വെള്ളം ഇത്ര മതിയെന്ന് വിചാരിക്കുന്നു. അധികം അതിനോന്ന് ഡൗട്ടുണ്ട്. എൻ്റെ ഒരു അറിവ് പ്രകാരം കുക്കറിലൊരു 3/4 ഭാഗം വരെ വെള്ളം ആക്കാം, അതിൽ കുറവ് വരെ ആക്കാം. അതിൻ്റെ മുകളിലായിക്കൂടെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. ഓക്കെ, നമുക്കിത് അടച്ചു വെക്കാം. ഇത് ആക്ച്വലി 2 ലിറ്ററിൻ്റെ കുക്കറാണ് അല്ലേ, ആയിരിക്കും. ഓക്കെ, പിന്നെ വിസിലൊക്കെ പറഞ്ഞല്ലോ, ഇതന്നെ. ഓക്കെ, ഇതന്നെ തോന്നുന്നത്. ഓക്കെ, നമ്മളിപ്പോൾ കുക്കർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു മീഡിയം റേഞ്ച് ഫ്ലെയിം വെച്ചിട്ടുണ്ട്, കുറച്ചുകൂടി കുറക്കണം. ഓക്കെ, ഒരു 15 മിനിറ്റ് കൊണ്ട് ആവുമെന്ന് വിചാരിക്കാം. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം. ആക്ച്വലി ഞാൻ ഉദ്ദേശിക്കുന്നത് 2 വിസിൽ വരുന്നവരെ കാത്തിക്കാന്നാണ്. അപ്പോൾ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ അരി കുക്കറിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ സെക്കൻഡ് പാർട്ട് എന്നുള്ള രീതിയിൽ നമ്മൾ ദാൽ കറിയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം ഇതാണ് പരിപ്പ് എന്നുള്ള വിശ്വാസത്തിൽ തന്നെ പരിപ്പിതാണ്. അപ്പോൾ നമുക്ക് പരിപ്പ് ഒഴിയാൻ ആവശ്യമുള്ള സാധനങ്ങളെല്ലാം സെറ്റാക്കിയിട്ട് വരാം. ശരി, നടക്കും. പരിപ്പും ഇറക്കുമെന്ന് ഇതേപോലെ തന്നെ കുക്കറിൽ വെച്ച് വേവിച്ചിട്ട് അതിന് ശേഷം വേറെ തന്നെ ഒരു പാത്രത്തിൽ എണ്ണയും ഇതെല്ലാക്കിയിട്ട് ഡാൽ അതിലേക്ക് ഇട്ടിട്ട് ഇതാക്കും. ഞാൻ എൻ്റെ ഒരു ഓർമ്മ നോക്കാം, ചെയ്ത് നോക്കാം. അതിലേക്ക് എന്താ, ഞാൻ തന്നെയല്ലേ കഴിക്കണ്ടേ, ഞാനും അതിനും തന്നെയല്ലേ കഴിക്കണ്ടേ. അപ്പോൾ കുഴപ്പമില്ലാന്ന് വിചാരിക്കുന്നത്. അപ്പോൾ കഴുകിയിട്ട് വരാം. വെയിറ്റ്. യെസ്, ആക്ച്വലി ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ നമ്മുടെ മേഡത്തെ കിട്ടിയിട്ടുണ്ട് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞൊന്ന് വീഡിയോ എടുത്ത് തരാമെന്ന് ചോദിച്ചിട്ടുണ്ട്. മുടി ശരിയില്ലാത്തതുകൊണ്ട് ലുക്കില്ല എന്നാണ് പറയുന്നത്. ഓക്കെ അല്ലേ? ഓക്കെ, ഒന്ന് ലുക്കായിട്ട് വേണ്ടേ? അല്ല, കുഴപ്പമില്ല. അപ്പോൾ ഞാൻ എൻ്റെ വർക്ക് കണ്ടിന്യൂ ചെയ്യട്ടെ. അപ്പോൾ ഓക്കെ, ഞാൻ ഫസ്റ്റ് ടൈമായിട്ട് ഇവിടുന്ന് ഉണ്ടാക്കിയ ചോറാണ്. വിസിൽ ഓക്കെ, ഇത് പോയി, പ്രഷർ പോയി. നമുക്ക് വിസിലെടുക്കാം. അപ്പം അത് ആയോ നോക്കാം. ഇല്ല, കുറച്ചാവാൻ ബാക്കിയുണ്ട്. അതിനാ ഇല്ലല്ലോ, കണ്ടാൽ തന്നെ മനസ്സിലാവും. ഒരു 3/4 ഭാഗമായിട്ട് കുറച്ചാവാൻ ബാക്കിയുണ്ട്. ആക്ച്വലി ഞാൻ 2 വിസിൽ വെക്കണമെന്ന് വിചാരിച്ചിട്ടാണ് വന്നത്. പിന്നെ എന്നിട്ടും ഞാനൊരു 6-7 വിസിൽ വെച്ചു. അനു പറഞ്ഞിട്ട് 7 വിസിൽ വെച്ചു, എന്നിട്ടും ആയിട്ടില്ല. പൊതുവെ അനു ആക്കുന്നത് 5 ലിറ്റർ അല്ല 10 ലിറ്റർ 5 ലിറ്റർ അല്ലേ, 5 ലിറ്ററിൻ്റെ കുക്കറിലാണ് ചെയ്യൽ. 7 വിസിൽ അതിനൊക്കെ ആവുന്ന പറയൽ. അപ്പോൾ ഞാൻ എന്നാൽ 2 ലിറ്ററിൻ്റെ അതിനകത്ത് വെച്ചു. എന്നിട്ട് 2 വിസിൽ നോക്കി. അപ്പോൾ അനു പറഞ്ഞാൽ 7 വിസിൽ വേണമെന്ന് പറഞ്ഞിട്ട് 7 വിസിലാക്കി. എന്നിട്ടും ആയിട്ടാ. അപ്പോൾ നമുക്കിനി ചൂടാക്കാം, എന്നാൽ ആവും അല്ലേ? അല്ലെങ്കിൽ അത് കുറച്ചും കൂടെ വെള്ളം ആഡ് ചെയ്തിട്ട് ഒരു 3 വിസിലും കൂടെ വെച്ചാൽ മതി. ഏതെളുപ്പം? 3 വിസിൽ വെക്കാനായിരിക്കും. കുറച്ചും കൂടെ വെള്ളം ആഡ് ചെയ്തിട്ട് വിസിൽ വെച്ചാൽ. ഓക്കെ, അപ്പോൾ നമുക്ക് അങ്ങനെ ചെയ്യാം. കറി ഉണ്ടാക്കാം, ദാൽ കറി.
ഓക്കെ. ആക്ച്വലി ഞാൻ ഒരു കപ്പ് ഡാൽ എടുത്തിട്ടില്ല, അതിനാണ് കുറച്ച് കുറവാണ് എടുത്തത്. രണ്ടാക്കാമെന്ന് വിചാരിക്കാം. അധികമായാലും കുഴപ്പമില്ല, നമുക്ക് രാത്രി ഉപയോഗിക്കാം. കുറഞ്ഞാലും കുഴപ്പമില്ല, ഞാൻ ബ്രെഡ് കഴിച്ചോളാം. എല്ലാത്തിനും നമുക്ക് എന്താ പറയണ്ടേ, വേറൊരു ഓപ്ഷൻ ഉണ്ടാവണം. നമ്മൾ എന്ത് ചെയ്യുമ്പോൾ വേറൊരു ഓപ്ഷൻ നമുക്ക് കണ്ടെത്തണം. ഓക്കെ, നിന്നോട് പറയാനില്ലേ, കുറവാണെങ്കിൽ നീ വേറെ എന്തെങ്കിലും കഴിക്കണം. അതുപോലെ തന്നെ ഞാൻ ഉണ്ടാക്കുന്ന ഇപ്പോൾ കുറവാണെങ്കിൽ ഞാൻ വേറെ എന്തെങ്കിലും കഴിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് പരിപ്പിടാം. ഈ പരിപ്പ് ഇതിൽ വേവോ നോക്കാലോ. അയ്യോ, കേട്ടോ അടിച്ചാ. ഓക്കെ, പരിപ്പിട്ടിട്ടുണ്ട്. നെക്സ്റ്റ് തക്കാളി കുറച്ച് അധികമാണ്, കുഴപ്പമൊന്നുമില്ല. അത് ആയി വരുമ്പോഴത്തേക്ക് നമുക്ക് ഉടച്ചെടുക്കാം. അടുത്തത് ഉള്ളി. ഇതെല്ലാം ഞാൻ തന്നെ കട്ട് ചെയ്താ കേട്ടോ. അയ്യോ, ഇത് വേണ്ട, ഇത് നമ്മൾ അടുത്തേക്ക്. ഇനി ഇതിനകത്ത് കുറച്ച് ഉപ്പ് വേണം. ഉപ്പിടട്ടെ. ഉപ്പ് ഞാൻ എടുത്തോളാം. ഇത് വേണമെങ്കിൽ ഞാൻ നിന്നോട് ചോദിക്കാം. എനിക്കൊന്നും അത് ഉപ്പിൻ്റെ ഇതറിയില്ല. അപ്പോൾ ഇത് മതിയായിരിക്കും വിചാരിക്കുന്നത്. നമുക്ക് കുഴപ്പമില്ല, നമുക്ക് ഇതൊന്നും ആക്ച്വലി കുഴപ്പമില്ല. കുറഞ്ഞാലും ഒരു പ്രശ്നമില്ല. എന്താ വെച്ചാൽ ലാസ്റ്റ് നമ്മൾ ഇളക്കുന്ന സമയത്ത് നമുക്ക് വീണ്ടും ഇടാം. അപ്പം തൽക്കാലത്തേക്ക് നമുക്ക് ഇത്ര പോലെ ഉപ്പിടാം. ഓക്കെ ഓക്കെ. ഇനി ഇതിനകത്ത് വെള്ളം ഒഴിക്കല്ലേ? അത് വേണ്ട, വെള്ളം എത്ര പോലെ അധികമാവുന്നുണ്ട് പറയണേ. മതിയല്ലേ? ജസ്റ്റ് 2 പച്ചമുളക് ഇടയ്ക്ക് കൂടെ മുറിച്ചത്. എന്നിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി കളറിന്. അധികമാണെന്ന് പറയാം, കുറഞ്ഞ കുഴപ്പമില്ല. കുറച്ച് മുളക് പൊടി പോരെ. എന്നിട്ട് നന്നായിട്ട് ഇളക്കുക. ഇല്ല, ഇതാണ് എൻ്റെ ഇളക്കുക. ഇത് നമുക്ക് എടുത്ത് വെക്കാം. ഇതൊന്നും ആക്ച്വലി ഞാൻ 2 വിസിലാണ് വെക്കാൻ ഉദ്ദേശിച്ചത്. മാഡം ഇനി മാറ്റമെന്ന് എനിക്കറിയില്ല. നീ എത്ര വിസിൽ പറയുന്നത്? 5 വിസിലാണ്. വായി തുറക്കൂലേ? 5 വിസിൽ. ഓക്കെ, ശരി, നമുക്ക് അടച്ചു വെക്കാം. ഇതന്നെയാണ്. ഓക്കെ, ഇതിൻ്റെ വെയിറ്റ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം. 5 വിസിൽ വരാൻ വേണ്ടിയിട്ട്. വറുക്കാനുള്ള സാധനങ്ങൾ നമുക്ക് തയ്യാറാക്കാം. ഓക്കെ, തീ കുറക്കാം. അടുത്തായി നമുക്ക് വെളിച്ചെണ്ണ. ഓക്കെ, ഇനി കുറച്ച് കടുക്. അപ്പോൾ ഇത് പൊട്ടുന്ന സമയത്ത് കുനുകുനാൻ അരിഞ്ഞ വെളുത്തുള്ളി. പിന്നെ 2 വറ്റൽമുളക്. വെളുത്തുള്ളി ഒന്ന് ഒരു ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്ക് നമുക്ക് കറിയിൽ വയ്ക്കാം. ലൈറ്റ് ബ്രൗൺ ആയാൽ മതി. ഓക്കെ, ഏകദേശം ആയിട്ടുണ്ട്. നമുക്ക് കറിയിലേക്ക് ഒഴിക്കാം. അപ്പോൾ കറി ഇവിടെ സെറ്റായിട്ടുണ്ട്. ഒഴിക്കാം. എൻ്റെ ഒരു സജഷൻ എന്ന് പറയുകയാണെങ്കിൽ ഇത് ആക്ച്വലി ഒരു 10 മിനിറ്റ് അടച്ച് വെക്കുന്നത് നല്ലതാണ്. വെറുതെ ഇങ്ങനെ അടച്ചു വെക്കുക. അപ്പോൾ അതിന് ശേഷം തുറക്കുന്ന സമയത്ത് ഉള്ളിലെ പരിപ്പെല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ടാവും. നമുക്ക് 2 മുട്ട പൊട്ടിച്ചിടാം. അരിഞ്ഞു വെച്ച തക്കാളി ഉള്ളി. പിന്നെ ഓക്കെ, ഇതിനകത്തേക്ക് നമുക്കിനി കുരുമുളക്, മഞ്ഞൾപ്പൊടി, പെപ്പർ, ഉപ്പ് ഇത് നമുക്ക് ഇതിനകത്തേക്ക് ആക്കാം. ഞാൻ പൊതുവേ ഇങ്ങനെ ആക്കല് മുട്ടേൻ്റെ തോടിനകത്ത് തന്നെ ഇത് മിക്സ് ആക്കിയിട്ട് കുറച്ച് വെള്ളമാക്കിയിട്ട് ഇളക്കും. എന്നിട്ട് അതാണ് ഇതിനകത്തേക്ക് ആക്കല്. ഇതിങ്ങനെ ആക്കും, ഇങ്ങനെ ഇളക്കും. ഇങ്ങനെ മിക്സ് ആക്കും. ആദ്യം ഞാൻ ഇത് മിക്സ് ആക്കിയതിന് ശേഷമാണ് ഈ മുട്ടേനകത്ത് ആക്കല്. അപ്പോൾ നമുക്ക് മുട്ട റെഡിയാക്കാം. അപ്പോൾ അതിനുള്ള പാത്രം വെക്കുക. ഓക്കെ, അപ്പം പാത്രം ചെറുതായിട്ട് ചൂടായി വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഫസ്റ്റിൽ എണ്ണ വയ്ക്കും.
യെസ്, ഒരാൾ റെഡി ആയിട്ടുണ്ട് കഴിക്കാൻ വേണ്ടിയിട്ട്. ഇതേ നോക്കൂ. നേരെ ഹോസ്പിറ്റലിൽ പോകേണ്ടി വരുമോ? ശരി, താങ്കൾ എന്ത് ദുരന്താടി. ഓക്കെ, വെള്ളം വെച്ചിട്ടുണ്ട്. കഴിക്കാൻ തുടങ്ങിയ ഉപ്പ് കുറവാണ് കറിക്ക്, പക്ഷെ കുഴപ്പമില്ല. കറിക്ക് കുറച്ച് ഉപ്പ് കുറവാണ്, പക്ഷെ കുഴപ്പമില്ല, നല്ലുണ്ട്. എനിക്കിന്നെ ഉപ്പ് കുറവായി കുഴപ്പമില്ല. പക്ഷേ ആ ഉപ്പ് ഞാൻ മുട്ടയിലിട്ടിട്ടുണ്ട്. മുട്ട കഴിച്ച് നോക്ക്. പക്ഷേ ഇതല്ല, എനിക്ക് മുട്ട ഇത് ശരിക്കും മിക്സ് ആയിട്ടാണ് തോന്നുന്നത്. എനിക്ക് ചില ഏരിയയിലൊന്നും ഉപ്പില്ല മുട്ടയിൽ, ചില ഏരിയ ചിലപ്പം മിക്സ് ആവാത്ത കഴിച്ചേക്കും. അത് കഴിച്ചു കഴിക്ക് കഴിക്ക്. ഇവിടെ മിക്സ് ചെയ്യുമ്പോൾ കുഴപ്പമില്ല. ഹാപ്പി? ചിരിക്കാനൊന്നും തോന്നുന്നില്ല, കഴിയില്ല. പൈസ തരാം, കഴിച്ചാൽ ഉണ്ടാക്കിയാക്ക്. മുട്ടക്കുപ്പുണ്ട്, കറിക്ക് അത്ര ഉപ്പില്ല. എല്ലാം കൂടി മിക്സ് ആക്കുമ്പോൾ അറിയുന്നില്ല. ഓക്കെ, സന്തോഷമായല്ല? ഓക്കെ. എനിക്ക് മുട്ടയിൽ തക്കാളി ഇടുന്ന ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് അതുപോലെ ഇവളുടെ ഒരു കുറേ കാലത്ത് ആഗ്രഹം സഫലമായിരിക്കുകയാണ് അല്ലേ? സത്യമല്ലേ? കുറേ ആയിട്ട് എന്നോട് പറഞ്ഞുകൊണ്ട് വെക്കുന്നുണ്ട്, എന്തെങ്കിലും ഉണ്ടാക്കിത്താ എന്തെങ്കിലും ഉണ്ടാക്കിത്താ പറഞ്ഞിട്ട് നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് മാത്രമേ ഞാൻ ഇന്ന് ഉണ്ടാക്കിയ, പിന്നെ വയ്യല്ല. ഓക്കെ, ഇഷ്ടപ്പെട്ടു എന്ന് പറയുന്നുണ്ട്. ഇത് സ്ഥിരമാക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഇത് ജസ്റ്റ് സാമ്പിൾ, എനിക്ക് ഉണ്ടാക്കാൻ അറിയാമെന്ന് ഇത് കാണിക്കാൻ വേണ്ടിയിട്ട്. അപ്പം നിങ്ങളും നിങ്ങളുടെ ഹസ്ബൻഡ്സിനോട് പറഞ്ഞിട്ട് ഇതുപോലത്തെ ഫുഡ് ഐറ്റംസ് നിങ്ങൾ ഭാര്യമാർക്ക് ഉണ്ടാക്കി കൊടുക്കുക അല്ലേ? ഓക്കെ, അപ്പോൾ ഹാപ്പി ആണല്ലോ? ഓക്കെ, ചെറിയൊരു വീഡിയോ ഉണ്ടായിട്ടും ചെറിയ സിമ്പിൾ ഒരു ഫുഡ് എങ്ങനെ ഉണ്ടാക്കാമെന്ന് കാണിച്ചു തരുന്ന വീഡിയോ മാത്രം. ഇതാണ്, ഇങ്ങനെയാണ് നിങ്ങൾ ഉണ്ടാക്കുന്നതെന്ന് എനിക്കറിയില്ല. എൻ്റെ രീതിക്ക് ഞാൻ ഉണ്ടാക്കിയത് മാത്രമാണ്. ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കുക, എങ്ങനെയുണ്ടെന്നുള്ളത് കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെല്ലാവർക്കും